താൻ വിതച്ചതേ താൻ കൊയ്യൂ എന്ന് പറയാറില്ലേ, അതിപ്പോൾ കൃത്യമായി അനുഭവിച്ചറിയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സോഷ്യൽ മീഡിയയിൽ കയറി എപ്പോഴും തന്റെ രാഷ്ട്രീയ എതിരാളികളെ വിളിപ്പേരുകൾ വിളിച്ചും അവരെ ട്രോളിയും പരസ്യമായി പരിഹസിച്ചും രസിക്കുന്ന ട്രംപിന്റെ ആ പഴയ ശീലം നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇപ്പോഴിതാ ലോകത്തിനു മുന്നിൽ വൻ ശക്തിയായി അഹങ്കരിക്കുന്ന സാക്ഷാൽ ട്രംപിന് ഇറാന്റെ ഭാഗത്തു നിന്ന് നാണം കെട്ട ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഇന്റർനെറ്റിൽ തരംഗമായി മാറിയ ഒരു പോത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇറാൻ ട്രംപിനെ രാജ്യാന്തര തലത്തിൽ ഇപ്പോൾ നാണം കെടുത്തിയിരിക്കുന്നത്. റഷ്യയിലെ ഔദ്യോഗിക ഇന്റർനെറ്റിന്റെ നയതന്ത്ര എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ എട്ടിന്റെ പണി ട്രംപിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാവം ഡൊണാൾഡ് ട്രംപുമായുള്ള താരതമ്യങ്ങളിൽ ആ ബംഗ്ലാദേശി പോത്ത് കടുത്ത അസ്വസ്ഥതയിലാണെന്ന ക്യാപ്ഷനോടെയാണ് അവർ ഈ പോസ്റ്റ് ലോകത്തിനു മുന്നിൽ ഇട്ടത്. ട്രംപുമായി അത്ഭുതപ്പെടുത്തുന്ന സാമ്യമുള്ള ഈ പോത്തിനെ കാണാൻ ആളുകൾ കൂട്ടത്തോടെ ഒഴുകിയെത്തിയത് കാരണം ഭയം കൊണ്ട് അതിന് വിശപ്പ് പോലും നഷ്ടപ്പെട്ടു എന്നാണ് റഷ്യൻ മാധ്യമമായ RBയുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. എപ്പോഴും മറ്റുള്ളവരെ വിരട്ടാനും പരിഹസിക്കാനും നടക്കുന്ന അമേരിക്കൻ ഭരണാധികാരിയെ കേവലം ഒരു മൃഗത്തോട് ഉപമിച്ച് ട്രോളാൻ ഇറാൻ കാണിച്ച ആ തന്ത്രം അമേരിക്കയെ ശരിക്കും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. തോക്കുകളും മിസൈലുകളുമായി വന്ന് പശ്ചിമേഷ്യയിൽ അധിനിവേശം നടത്താൻ നോക്കുന്ന അമേരിക്കയോട് നിങ്ങളുടെ ഈ അഹങ്കാരമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തീർത്തു തരാമെന്നാണ് ഇറാൻ ഇതിലൂടെ തെളിയിക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ ഇറാന്റെ സൈനിക നീക്കങ്ങളെ ഭീതിയോടെ ചിത്രീകരിക്കുമ്പോൾ ഇറാൻ തിരിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇമേജിനെ തന്നെ ആഗോളതലത്തിൽ ഒരു തമാശ കഥയാക്കി മാറ്റി. ലോക പോലീസുകാരനായി ചമഞ്ഞു നടക്കുന്ന അമേരിക്കയുടെ നെറുകയിൽ കിട്ടിയ ഈ സോഷ്യൽ മീഡിയ പ്രഹരം ഇന്റർനെറ്റിൽ ഇതിനകം വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എപ്പോഴും ട്രോളുന്ന ട്രംപിന് ട്രോളുകളിലൂടെ തന്നെ മറുപടി നൽകിയ ഇറാന്റെ ഈ നീക്കത്തിന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. റൂമിലിരുന്ന് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനും അവരുടെ പരമാധികാരത്തിന് മേൽ കൈവെക്കാനും നോക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണിത്. വെടിയുണ്ടകളെക്കാൾ ചിലപ്പോൾ ഇത്തരം നയതന്ത്ര പരിഹാസങ്ങളായിരിക്കും അമേരിക്കയുടെ പൊള്ളയായ അന്തസ്സിന് വലിയ പരിക്കേൽപ്പിക്കുക.